ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഒരു വലിയ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ തവണ IPL ട്രോഫി സ്വന്തമാക്കാൻ RCBക്ക് സാധിച്ചിരുന്നു. കന്നിക്കിരീടമാണ് അവർ നേടിയത്. അത് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ്റെ പേര് രജത് പട്ടിദാർ എന്നാണ്. നല്ല രൂപത്തിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ്, ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ IPL ട്രോഫി RCB സ്വന്തമാക്കിയത്. ഇനിയിപ്പോൾ പുതിയ സീസൺ വരുമ്പോൾ ആ ട്രോഫി ഡിഫെൻഡ് ചെയ്യുക എന്ന ചാലഞ്ചാണ് RCBയുടെ മുന്നിൽ ഉള്ളത്. അത് ഒരിക്കലും എളുപ്പമാവില്ല എന്ന ഒരു മുന്നറിയിപ്പ് മുൻ ഇന്ത്യൻ താരമായിരുന്ന അനിൽ കുംബ്ലെ ഇപ്പോൾ RCBക്കും അവരുടെ ക്യാപ്റ്റനായ രജത് പട്ടിദാറിനും നൽകിയിട്ടുണ്ട്. അതായത് ട്രോഫി നിലനിർത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. മുംബൈ ഇന്ത്യൻസ്, CSK എന്നിവർക്ക് മാത്രമാണ് അത് സാധിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് അനിൽ കുംബ്ലെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തുടർച്ചയായി IPL ട്രോഫികൾ നേടുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. രജത് പട്ടിദാറിൻ്റെ RCBക്ക് അതൊരിക്കലും എളുപ്പമാവില്ല. മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് എന്നീ ടീമുകൾക്ക് മാത്രം നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒന്നാണ് അത്. പക്ഷേ കഴിഞ്ഞ സീസണിൽ രജതിൻ്റെ ക്യാപ്റ്റൻസി അത് അടിപൊളിയായിരുന്നു. അദ്ദേഹത്തെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചപ്പോൾ അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കാരണം കോഹ്ലിയെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ പരിചയ സമ്പത്ത് അദ്ദേഹത്തിന് തുണയായി. പക്ഷേ ഇപ്പോൾ പഴയ പോലെയല്ല കാര്യങ്ങൾ. പ്രതീക്ഷകൾ വളരെ ഉയർന്നതാണ്. പക്ഷേ ആ സമ്മർദ്ദത്തെ മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തെന്നാൽ സമ്മർദ്ദഘട്ടങ്ങളിൽ അടിപതറാത്ത ഒരു ക്യാപ്റ്റനാണ് രജത് പട്ടിദാർ. ഇതാണ് അനിൽ കുംബ്ലെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് കഴിഞ്ഞ സീസണിനെ പോലെയല്ല, ഇത്തവണ സമ്മർദ്ദം വളരെയധികം ഉയരും, പ്രതീക്ഷകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിനെ രജത് പട്ടിദാർ ഇപ്പോൾ മറികടക്കേണ്ടതുണ്ട് എന്നാണ് അനിൽ കുംബ്ലെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആദ്യ മത്സരത്തിൽ RCB കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ SRH ആണ്. വരുന്ന 28-ാം തീയതിയാണ് ആ മത്സരം നടക്കുക. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം അരങ്ങേറുക. പക്ഷേ ഇപ്പോഴും ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് അപ്രൂവൽ ലഭിച്ചിട്ടില്ല. തിങ്കളാഴ്ചയാണ് അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം വരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.